അമ്മച്ചിയുടെ വീട് ശരിക്കും പറഞ്ഞാല് ഇത് സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ മലയാറ്റൂര് പള്ളിയില്ലേ, മലയാറ്റൂര് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടില് അങ്ങോട്ട് റൈറ്റ് സൈഡിലാണ് നമ്മുടെ ആയുർവേദം അല്ലെ, ഒരു വീടാണിത്. ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ. എന്താ ഇതിന്റെ പേരെന്താ? തറയിൽ ആയുർവേദം എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം അമ്മച്ചി കുറെ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 10-45 വർഷമായിട്ട് അമ്മച്ചി ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു പരസ്യവും ഇല്ല. ഇവര് അറിഞ്ഞു കേട്ട് ഇവിടെ വരുന്നവരാണ്. ഇവിടെ കൂടുതൽ ആളുകളും ഒരു പരസ്യവും ഇല്ലാതെ അറിഞ്ഞു കേട്ട് വരുന്നവരാണ്. ഇവരൊരു സെൽഫ് ബൂസ്റ്റിങ്ങോ ഒരു കാര്യങ്ങളും ഇല്ല. എന്റെ പല സുഹൃത്തുക്കളും ഇവിടെ വരികയുണ്ടായി, ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എന്നോട് ചോദിച്ചതൊന്നും ചെയ്യാൻ പാടില്ലേ, മറ്റുള്ളവർക്ക് ഒരു ഗുണം കിട്ടുന്ന കാര്യമല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് കുറെ ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, കുറെ പേരോട് വിളിച്ചു ചോദിച്ചു. അപ്പൊ ഇതിനകത്തൊരു ജെന്യൂനിറ്റി തോന്നിയുകൊണ്ട് മാത്രമാണ് അമ്മച്ചിയുടെ അടുത്ത് വന്നത്. അമ്മച്ചിയുടെ അടുത്ത് വന്നപ്പോ ഇത് നേരത്തെ ചെയ്യാൻ പറ്റാത്തത് എനിക്ക് വിഷമകരമായി പോയി എന്ന് തോന്നുന്നു. അമ്മച്ചിക്ക് 80 വയസ്സുണ്ട്. 80 വയസ്സല്ലേ? 80 വയസ്സ്? എത്ര വയസ്സാ? 80 കുറച്ച് മാസമേ കുറവുള്ളൂ അല്ലേ? അപ്പം ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല്, ഇവിടെ നമ്മൾ ബ്ലോക്ക്, ഹാർട്ടിന്റെ ബ്ലോക്കിനുള്ള മെഡിസിൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അത് എങ്ങനെയാ അമ്മച്ചി അതിന്റെ കാര്യങ്ങള്? ഞാൻ 16 ദിവസം മരുന്ന് കൊടുക്കും. 16 ദിവസത്തെ മരുന്ന് കൊടുക്കും. അതിൽ 12 ദിവസം അലോപ്പതി കഴിച്ചോളാൻ പറയും. 12 ദിവസം അലോപ്പതി കഴിച്ചോ, കുഴപ്പമില്ല. കൊടുക്കുന്ന ആളത്തേക്ക് വരുന്നവരുണ്ടാവും, അത് പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് 16 ദിവസം കഴിഞ്ഞാൽ അലോപ്പതി, 12 ദിവസം കഴിഞ്ഞാൽ അലോപ്പതി മരുന്നൊക്കെ നിർത്താം. നല്ലോണം പണിയെടുത്താൽ മതി. പിന്നെ കാപ്പിന്റെ ഭക്ഷണം പണിയെടുക്കില്ല. ഇത് 16 ദിവസം ആട്ടുംപാല് കഴിക്കണം. 1/2 ലിറ്റർ പാലിന്റെ പകുതി പാലില് 2 ഗ്ലാസും കൂടി വെള്ളം വീട്ടി. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഡിസിനെ കുറിച്ച് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ വരുന്നവർ കൂടുതലും ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരും ഒക്കെയാണ്. ബൈപ്പാസ് എത്ര ബ്ലോക്ക് വരെ മാറ്റിയിട്ടുണ്ട് ചേച്ചി? 12 ബ്ലോക്ക് വരെ മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ വീട്ടിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉള്ള ഫാമിലിയാണ് അല്ലേ? എന്ത് ആയുർവേദ ഡോക്ടേഴ്സ് ആണോ? അലോപ്പതി ഡോക്ടേഴ്സ് ഉള്ള ഫാമിലിയാണ്. കാരണം ഡോക്ടേഴ്സിന് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, പുറത്തുള്ള ഡോക്ടേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ഒരുപാട് ഡോക്ടേഴ്സിന്റെ എൻക്വയറി കൊണ്ട് ഇവിടെ വന്നവരുണ്ട്. അതെനിക്ക് നേരിട്ടറിയാം. അങ്ങനെയുള്ള എന്താ പറയാ, അങ്ങനെയുള്ള ആളുകളാണ്, അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് ഇവിടെ വരുന്നത്. കൂടുതലും ബ്ലോക്കിനുള്ള മരുന്നാണ് അല്ലേ? പിന്നെ അമ്മച്ചിയുടേതായ ഒരുപാട് ടിപ്സുകളുണ്ട്. എനിക്ക് തോന്നുന്നത് സാധാരണ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അസുഖമാണ് എന്താണ്? യൂറിനറി ഇൻഫെക്ഷൻ അല്ലേ? അതാ ഏറ്റവും കൂടുതൽ അമ്മച്ചി ഒരു ടിപ്സ് പറയും അല്ലേ? അമ്മച്ചി എന്ന് പറയാമോ? കാരണം സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യൂറിനറി ഇൻഫെക്ഷന്. നിങ്ങൾ ആദ്യം ഈ മെഡിസിൻ അങ്ങനെയുള്ള അസുഖമുള്ളവരൊന്ന് കഴിച്ചു നോക്കണം. എന്നിട്ട് അത് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അമ്മച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് ചെറിയൊരു മരുന്നാണ്. എങ്ങനെയാ അമ്മച്ചി അത്? കരിക്കിന്റെ മൂട് വെട്ടിയിട്ട് 7 ഏലക്കായയുടെ തരി ചതച്ചിട്ടിട്ട് നേരം മുഴുക്കുമ്പോ എല്ലാം കൂടി ചെറിയ കൂട്ടി കഴിക്കാം. മേടിക്കണ കരിക്ക് പറ്റില്ല, നമ്മുടെ വീട്ടിലേക്ക് എത്ര ഏലക്കായിരുന്നു? 7. ആരോഗ്യം ഉണ്ടെങ്കിൽ 9 ഇടാം. എന്നിട്ട് ചെറിയ കൂട്ടി വണ്ണമുള്ളവരാണെങ്കിൽ ഒരു 9 ഏലക്കായ ഇടാം. 7. എന്നിട്ട് രാവിലെ എല്ലാം കൂടെ കഴുകുക. അമ്മച്ചി പറഞ്ഞ എന്താന്ന് വെച്ചാല്, തലേ ദിവസം കരിക്ക് വെട്ടിയിട്ട് അതിനകത്ത് ഒരു 7 അല്ലെങ്കിൽ ആരോഗ്യമുള്ളവരാണ് 9 ഏലക്ക വരെ ഇടാം. എന്നിട്ട് അതെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അത് കരിക്ക് അടക്കം ചിരണ്ടി കഴിക്കണം അല്ലേ? അപ്പൊ എത്ര തവണ കഴിക്കണം അത്? 3 ദിവസം കഴിച്ചാൽ ഈ ഇൻഫെക്ഷൻ മാറും. പിന്നെ വെള്ളം കുടിക്കണം അല്ലേ? അങ്ങനെയൊക്കെ വെള്ളം കുടിക്കണോ? ചെറുപൂള കൊടവൻ തിളപ്പിച്ച എന്താണ്? ചെറുപൂള ചെറുപൂള തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ മെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. അമ്മച്ചിയുടെ കുറെ ടിപ്സ് ഉണ്ട്, അതൊക്കെ പുറകെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. മെയിനായിട്ട് ഹാർട്ട് ബ്ലോക്ക് ഉള്ളവരാണ് കൂടുതൽ ഇവിടെ വരുന്നത്. പിന്നെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയാ, വീട്ടിലൊക്കെ വല്ലപ്പോഴും ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടോ ഒക്കെ ഉണ്ടോ എന്നറിയാം. അപ്പം ബ്ലോക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കും ഈ മരുന്ന് കഴിക്കാം. ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ ഡോസ് കുറച്ച് അമ്മച്ചി തരും. ഇങ്ങനെയുള്ള ഈ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് സൈലന്റ് അറ്റാക്ക്, ഉറക്കത്തിൽ അറ്റാക്ക് വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അല്ലാതെ ഈ മെഡിസിൻ കഴിക്കാം അല്ലേ? പിന്നെ എന്തോ ഒന്നും ഇല്ലാത്തൊരു കുഴഞ്ഞു വീണ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തൊരു കഴിച്ചാൽ അറ്റാക്ക് വരില്ല. ഉള്ളൊരു കഴിച്ചാൽ അത്ര ബ്ലോക്ക് മാറും.
അപ്പൊ നിങ്ങൾ പറഞ്ഞു മനസ്സിലായല്ലോ, ഇത് കൂടുതലും അമ്മച്ചി പറയുന്നത് കൂടുതലും പാരമ്പര്യത്തിൽ നിന്നാണ് ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ. പാരമ്പര്യത്തിൽ ഇത് ചെയ്ത് നോക്കി 4 സാധ്യത പാരമ്പര്യത്തിൽ നിന്ന് വരുന്നുണ്ടല്ലേ. ഒരു കൂട്ടിൽ വന്നിട്ട് മരുന്ന് കഴിച്ചു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോ 12 ബ്ലോക്കും കാണാനില്ല. അപ്പൊ അവിടുത്തെ ഡോക്ടർമാർക്ക് ഭയങ്കര അതിശയം. അവര് പറഞ്ഞു ഇതിലൊന്ന് ആയുർവേദത്തിന് ഏറ്റവും ശക്തി എന്ന് പറഞ്ഞു. അപ്പം തീർച്ചയായിട്ടും നമ്മള് ശരിയായിട്ടുള്ള ആയുർവേദത്തെയും ശരിയായിട്ടുള്ള പാരമ്പര്യ വൈദ്യത്തെയും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇവിടേക്ക് ഒരുപാട് ആളുകൾ, ചേട്ടനൊക്കെ ഇവിടെ വന്നതാണ്. എന്നാണ്ട് വിശേഷമൊക്കെ? അറിഞ്ഞു കേട്ട് വന്നതാണോ? ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് അഭിപ്രായം? കുഴപ്പമില്ല. 90% ഉണ്ടായിരുന്ന ബ്ലോക്കാണ് എനിക്ക്. ചേട്ടന് വേണ്ടിയിട്ടാണല്ലേ? പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ, പിന്നെ രണ്ടാമത് നോക്കിയപ്പോ അത് 25% കുറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് മരുന്നിന് വരുന്നത്. അമ്മച്ചിക്ക് വലിയ പരസ്യമൊന്നുമില്ല അല്ലേ? അമ്മച്ചി പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ആരും ഇല്ലെന്നേ. കാരണം നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. അല്ലാതെ സെൽഫ് മോട്ടീവ്, എന്താ പറയുക, സെൽഫായിട്ട് ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു കാര്യം അങ്ങനെയല്ല. നിങ്ങളിവിടെ വരിക. എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നല്ലതിനെ ഉറപ്പായിട്ട്